ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ടൈപ്പായിട്ട് തന്നെ കൊടുത്ത ഒറ്റ ദിവസങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് അധിക ദിവസത്തിന്റെ പേരാണ് ഒറ്റ ദിവസം, ഓഡ് ഡേയ്സ് അല്ലെ. ശ്രദ്ധിച്ചേ, ഒറ്റ ദിവസം എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ദിവസങ്ങളുടെ എണ്ണം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദിവസങ്ങളുടെ എണ്ണത്തിന് 7 കൊണ്ട് ഹരിക്കുക. 2020 എന്ന് പറയുമ്പോൾ എന്താണ്? ലീപ് ഇയർ ആണ്. 2020 അവസാനത്തെ 2 സംഖ്യ 20 അല്ലെ. 20നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ശിഷ്ടം 0 വരുന്നുണ്ടോ നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഫെബ്രുവരി മാസം എത്ര ദിവസം ഉണ്ട്? 29 ദിവസം അല്ലെങ്കിൽ 28 ദിവസം. അപ്പൊ 2020 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമല്ലോ. 4ന്റെ ഗുണിതമാണ് 20 എന്ന് പറയുന്നത്. അപ്പൊ ഫെബ്രുവരി മാസം എത്ര ദിവസം ഉണ്ട്? 29 ദിവസമുണ്ട്. ഈ അധിക ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം കണ്ടെത്തുന്നത് എങ്ങനെയാ? 29നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ 7 4 28 ശിഷ്ടം 1. അപ്പൊ എത്രയാണ് അധിക ദിവസം? ഒരു അധിക ദിവസമാണുള്ളത്. അപ്പൊ 2020 ഫെബ്രുവരി മാസത്തില് എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? ഒരു അധിക ദിവസമുണ്ട്. ഇനിയും ഫെബ്രുവരി മാസം 28 ദിവസമാണെങ്കിൽ എത്ര അധിക ദിവസം വരും? 0. അധിക ദിവസം ഇല്ല കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും പഠിച്ചു നോക്കുക. ആദ്യം വർഷം നോക്കുക, ദിവസങ്ങൾ എണ്ണം നോക്കുക, 7 കൂടി ഹരിക്കുക. ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ എത്രയാണോ ശിഷ്ടം വരുന്നത് അതെന്ത് ചെയ്യുക? നോക്കുക, ഓപ്ഷൻ നോക്കുക, എന്ത് ചെയ്യുക? ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 50 വർഷങ്ങളിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? നമ്മൾ ഒരു വർഷത്തെ പഠിച്ചു ഇല്ലേ. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? 50 വർഷത്തെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്താൻ ചെറിയൊരു പണിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. 50 വർഷങ്ങളാണ് ഒറ്റ ദിവസങ്ങൾ എണ്ണം കണ്ടെത്താൻ. ഒറ്റ ദിവസങ്ങൾ എണ്ണം എവിടെ നിന്നിട്ട് എവിടെ വരെയാ? 0 മുതൽ 6 വരെ വരുന്ന ആണ് സംഖ്യ. അത്രയും വരത്തുള്ളൂ ഒറ്റ ദിവസങ്ങൾ അല്ലെ. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നത് എത്രയാ? 0 മുതൽ 6 വരെ. അതായിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ 50 വർഷങ്ങളിൽ 0 ആണോ 1 ആണോ 2 ആണോ 6 ആണോ എന്നൊക്കെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പോകണം. ചെറിയൊരു കാര്യമുണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കും അല്ലെ? 50 വർഷങ്ങളിൽ അധിക ദിവസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. 50 വർഷങ്ങൾ അല്ലെ, 50 ഇയേഴ്സിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 50 ഇയേഴ്സിൽ അല്ലെ. ഒരു ഇയറിൽ എത്രയാണ്? ഒരു അതിവർഷം, ഒരു സാധാരണ വർഷത്തിൽ ഒരു അധിക ദിവസവും ഒരു ലീപ് ഇയറിലാണ്. ഒരു അതിവർഷത്തിലാണെങ്കിൽ 2 അധിക ദിവസമാണ് അല്ലെ. അതിന് 50 വർഷങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? 4 വർഷം കൂടിയിരിക്കുമ്പോഴാണ് എന്ത് ഒരു അതിവർഷം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഈ 50 വർഷങ്ങൾ എത്ര അധിക ദിവസം, എത്ര സാധാരണ വർഷം അല്ലെ നോക്കാം. നമുക്ക് എത്ര സാധാരണ വർഷം ഉണ്ടെന്ന്, ഓർഡിനറി ഇയർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അടുത്ത എന്താണ്? ലീപ് ഇയർ ഉണ്ടെന്ന് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ. ഓർഡിനറി ഇയറും ലീപ് ഇയർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് എന്തോ ഉണ്ടാവുന്നത്? അതിവർഷങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് 50നെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 50നെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം അല്ലെ. 4 1 4 10 4 2 8 ശിഷ്ടോത്രാണ് 2. ശിഷ്ടത്തിന് പ്രസക്തി ഇല്ല. 12 അല്ലേ വന്നേക്കുന്നേ. അപ്പൊ നമുക്ക് പറയാം 12 അതിവർഷങ്ങളുണ്ട്. എത്ര അതിവർഷമുണ്ട്? 12 അതിവർഷങ്ങളുണ്ട്. ഓക്കെ, 50ല് എത്ര പൂർണ്ണ 4 ഉണ്ട്? 12 പൂർണ്ണ 4 ഉണ്ടായതുകൊണ്ട് നമുക്ക് പറയാം 12 അതിവർഷങ്ങളുണ്ട്. അപ്പൊ ബാക്കി വരുന്ന 38 എന്തായിരിക്കും? 38 സാധാരണ വർഷമായിരിക്കത്തില്ലേ അല്ലെ. അപ്പൊ 38 സാധാരണ വർഷവും 12 അതിവർഷങ്ങളും ഉണ്ടാവും ഒരു 50 വർഷങ്ങളിൽ. ഓക്കെ, ഇനി നമ്മൾ ഓഡ് ഡേയ്സിലേക്ക് വരാം. നമുക്കറിയാം ഒരു ഓർഡിനറി ഇയറിൽ എത്ര അധിക ദിവസം ഉണ്ട്? 1 ഉണ്ട് അല്ലെ. ഒരു ലീപ് ഇയറിലാണെങ്കിൽ എത്ര ഉണ്ട്? ഒരു അതിവർഷം എത്ര അധിക ദിവസം ഉണ്ട്? 2 ഉണ്ട്. ഒരു വർഷത്തിന്റെ കേസാണ് പറഞ്ഞേ. ഒരു സാധാരണ വർഷത്തിൽ ഒരു അധിക ദിവസം, ഒരു അതിവർഷത്തിൽ എത്ര അധിക ദിവസം? 2 അധിക ദിവസം. അങ്ങനെയാണെങ്കിൽ 38 സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ടാവാം? 38 × 1. അപ്പൊ എത്ര? 38. അപ്പൊ 38 അധിക ദിവസങ്ങൾ ഉണ്ടാവും. പ്ലസ് പിന്നെന്താണ്? അടുത്തെന്താണ് നോക്കിക്കേ? ലീപ് ഇയർ. ഒരു ലീപ് ഇയർ എത്ര അധിക ദിവസം ഉണ്ട്? 2 അധിക ദിവസം ഉണ്ടെങ്കിൽ 12 ലീപ് ഇയർ എത്ര അധിക ദിവസം ഉണ്ടാവും? 12 × 2 എത്ര? 24. മനസ്സിലായോ? എപ്പോഴും അതിവർഷങ്ങളിൽ 7നേക്കാളും താഴെയുള്ള സംഖ്യയാണ് വരേണ്ടത്. 0 മുതൽ 6 വരെ. അതിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 38നെയും 24നെയും കൂടെ ആഡ് ചെയ്യുന്നു. എത്ര വരും? 62 അധിക ദിവസങ്ങൾ അല്ലെ. 62 അധിക ദിവസങ്ങളാണുള്ളത്. ഓക്കെ, 62 എന്ത് ചെയ്യണം? 7നേക്കാൾ താഴെ വരണ്ടായോ? 62 ദിവസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ 7നേക്കാൾ താഴെ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 62നെ വീണ്ടും നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7 8 എത്രയാണ്? 56. ശിഷ്ടോത്രാണ് 6 ആണ് വരുന്നത്. കണ്ടോ? ശിഷ്ടോത്രാണ് 6. അധിക ദിവസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ദിവസങ്ങളുണ്ടോ, 7 7നേക്കാൾ മുകളിലുള്ള സംഖ്യ ആണെങ്കിൽ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന റിമൈൻഡർ ആണ് അധിക ദിവസം. അപ്പൊ നമുക്ക് പറയാം 50 വർഷങ്ങളിൽ എത്ര അധിക ദിവസം ഉണ്ടാവും? എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 6 ഓഡ് ഡേയ്സ്. ഓഡ് ഡേയ്സ് എന്ത് ചെയ്യും? 6 ഓഡ് ഡേയ്സ് ഉണ്ടാവും. മനസ്സിലായോ? 6 ഓഡ് ഡേയ്സ് എന്ത് ചെയ്യും? ഉണ്ടാവും. ഓക്കെ, 6 ഒറ്റ ദിവസങ്ങൾ ഉണ്ടാവും.
അപ്പോൾ ഓപ്ഷൻ 6 ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോ പഠിച്ചു അല്ലെ, 50 വർഷം എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? 6 ഒറ്റ ദിവസങ്ങളുണ്ട്. എങ്ങനെയാ ചെയ്തേ? ഒന്നുകൂടെ പറയാം. 50 വർഷം എത്ര അതിവർഷങ്ങളുണ്ട്, എത്ര സാധാരണ വർഷം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 12 അതിവർഷങ്ങളും 38 സാധാരണ വർഷവും. എന്നിട്ട് ആ ഓഡ് ഡേയ്സിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 62 ടോട്ടൽ ഓഡ് ഡേയ്സ് എത്ര കിട്ടും? 62 ഓഡ് ഡേയ്സ് കിട്ടും. ഈ 62നെ നമ്മൾ വീണ്ടും 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 8 56, ശിഷ്ടം എത്ര വന്നു? 6 വന്നു. അപ്പൊ അങ്ങനെയാണ് അധിക ദിവസം കണ്ടുപിടിച്ചത്. 6 വന്നു. അപ്പൊ 50 വർഷം എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? 6 ഒറ്റ ദിവസങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ചോദ്യം നോക്കിക്കേ. 1700 വർഷങ്ങളിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? ഓക്കെ, അപ്പൊ മുമ്പ് പറഞ്ഞതാണ് 50 വർഷം എന്നാണ് മുമ്പ് പറഞ്ഞല്ലേ. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്ന 1700 വർഷങ്ങൾ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒരു ചെറിയ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 1700 വർഷങ്ങൾ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നോക്കിയേ, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? 0 മുതൽ 100 വർഷങ്ങളിൽ ഓരോ 100 വർഷങ്ങൾ എത്ര അധിക ദിവസമുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതിന് കോഡുണ്ട്. എത്ര അധിക ദിവസമാണ്? 5 അധിക ദിവസമാണ്. ഓക്കെ, ഇനിയും ആദ്യത്തെ 200 വർഷങ്ങളിൽ 200 വർഷങ്ങൾ എത്ര അധിക ദിവസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം 3 അധിക ദിവസം ഉണ്ടെന്ന് പറയണം. ഓക്കെ, അതേപോലെ 300 വർഷങ്ങൾ എത്ര അധിക ദിവസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം 1 അധിക ദിവസം ഉണ്ടെന്ന് പറയണം. അങ്ങനെ 400 വർഷങ്ങളിൽ എത്ര അധിക ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം 0 അധിക ദിവസം. എന്ന് വെച്ചാൽ 400 വർഷങ്ങളിൽ എന്ത് ചെയ്യുന്നു? കലണ്ടറുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 100 വർഷത്തെ എത്ര അധിക ദിവസം? 5. 200 വർഷം എത്ര അധിക ദിവസം? 3. 300 എത്ര അധിക ദിവസം? 1. അതേപോലെ തന്നെ 400 വർഷത്തിൽ എന്താണ്? 0. എന്ന് വെച്ചാൽ 400 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? കലണ്ടറുകൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, 1700 വർഷങ്ങളിലാണ് ചോദ്യം ചോദിച്ചേക്കെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 400 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? കലണ്ടറുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് 400ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 800, 1200, 1600, 2000, 400ന്റെ ഗുണിതങ്ങളെല്ലാം എന്തായിരിക്കും വരുന്നത്? അധിക ദിവസം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വർഷത്തിന് തൊട്ടു മുമ്പിലുള്ള 400ന്റെ ഗുണിതം അങ്ങോട്ട് എഴുതി വെക്കുക. എത്ര 400 ഗുണിതം? എത്ര ആയിരിക്കും? 1600 ആയിരിക്കത്തില്ലേ? ബാക്കി എത്ര വരുന്നു? 100 വരുന്നില്ലേ? അപ്പോൾ രണ്ടുകൂടെ കൂട്ടുമ്പോ 1700. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1700നെ സ്പ്ലിറ്റ് ചെയ്യണം. 400ന്റെ ഗുണിതം 1700 തൊട്ട് മുമ്പിലുള്ള 400ന്റെ ഗുണിതമായിട്ടുള്ള വർഷം എഴുതി വെക്കുക. 1700 തൊട്ട് മുമ്പുള്ള 400 ഗുണിതം ഏതാണ്? 1600 ആണ്. ബാക്കി എത്ര വർഷം? 100 വർഷം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 1600 എത്ര അധിക ദിവസം ഉണ്ട്? 0. നമ്മളിവിടെ പഠിച്ചു 1600 എത്ര അധിക ദിവസം ഉണ്ട്? 400ന്റെ ഗുണിതമായതുകൊണ്ട് 0. ഓക്കെ, 100 വർഷത്തെ എത്ര ദിവസം ഉണ്ട്? 5. 0 പ്ലസ് 5. അപ്പൊ മൊത്തം എത്ര അധിക ദിവസം ഉണ്ട്? 1700 വർഷങ്ങളിൽ 5 അധിക ദിവസമുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ എടുത്തേ. 1300 ആണെങ്കിൽ എന്ത് ചെയ്യണം? 1300നെ സ്പ്ലിറ്റ് ചെയ്യണം. 2 ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. 1300ന് തൊട്ട് മുമ്പിൽ വരുന്ന 400ന്റെ ഗുണിതങ്ങൾ ഏതാണ് ചോദിച്ചത്? നിങ്ങൾ എന്ത് പറയും? 1200 അല്ലേ? 1200, 400, 800, 1200 അല്ലെ? 400ന്റെ ഗുണിതമാണ് 1200. ബാക്കി എത്ര വർഷം? 100 വർഷം. 1200ന്റെ എത്രയാണ് അധിക ദിവസം? 0 അല്ലെ? 400ന്റെ ഗുണിതമായിട്ടുള്ള ഏത് വർഷങ്ങളുടെയും എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. 100 വർഷന്റെ എത്ര ആയിരിക്കും വരുന്നത്? 5 ആയിരിക്കും വരുന്നത്. 0 പ്ലസ് 5 5 അധിക ദിവസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1400 വർഷങ്ങളിൽ എത്ര അധിക ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? പറഞ്ഞേ, 1400 എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1400 തൊട്ട് മുമ്പിൽ വരുന്ന 400ന്റെ ഗുണിതം ഏതാണ്? 1200 ആണ്. ഓക്കെ, ബാക്കി എത്ര വർഷം? 200 വർഷം. 1200 400ന്റെ ഗുണിതമായതുകൊണ്ട് എത്ര അധിക ദിവസം? 0. 200 എത്ര അധിക ദിവസം ഉണ്ട്? 3 അധിക ദിവസം ഉണ്ട്. അപ്പൊ 0 പ്ലസ് 3 എത്ര? 3. അപ്പം 1400 വർഷത്തെ എത്ര അധിക ദിവസം ഉണ്ട്? 3 അധിക ദിവസമുണ്ട്. അപ്പൊ നല്ലതായിട്ട് മനസ്സിലായല്ലോ. സ്പ്ലിറ്റ് ചെയ്യുക, 400ന്റെ ഗുണിതം എഴുതുക, ബാക്കി വരുന്ന വർഷം എഴുതുക. എപ്പോഴും 400ന്റെ ഗുണിതങ്ങൾ എപ്പോഴും എന്തായിരിക്കും? അധിക ദിവസം എത്ര? 0 ആയിരിക്കും. 100, 200, 300 നമ്മൾ പഠിച്ചു. 100 വർഷങ്ങളിൽ 5 അധിക ദിവസം, 200 വർഷങ്ങളിൽ 3 അധിക ദിവസം, 300 വർഷങ്ങളിൽ 1 അധിക ദിവസം. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഈ ടൈപ്പിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എന്താണ് ചെയ്യുകയാണ്. കാരണം ഈ ക്വസ്റ്റ്യൻസ് കട്ടി ആയതുകൊണ്ട് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് 2-3 പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ശ്രദ്ധിച്ചേ, 1836 മാർച്ച് മാസത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്?
ആദ്യം എന്ത് ചെയ്യണം? വർഷം ഏതാണെന്ന് നോക്കണം. ഓർഡിനറി ആണോ ലീപ് ഇയർ ആണോ? എന്താണ് സാധാരണ വർഷമാണോ അതിവർഷമാണോ? എന്താണ് ഇതെന്താണ്? 36. അവസാനത്തെ രണ്ട് സംഖ്യ 36. ആ 36 4ന്റെ ഗുണിതമാണോ നോക്കുക. 36 4ന്റെ ഗുണിതമാണ് അല്ലെ. 4 × 9 36 ആണ്. അപ്പൊ ഇതെന്താണ്? ലീപ് ഇയർ ആണ്. ഇതെന്താണ്? ലീപ് ഇയർ ആണ്. ലീപ് ഇയറില് ഫെബ്രുവരി മാസം മാത്രം 29 ദിവസവും ബാക്കി എല്ലാം പഴയതുപോലെ സാധാരണ വർഷം പോലെ ജനുവരി 31 മാർച്ച് 31 അങ്ങനെ എല്ലാം അല്ലെ. അതെല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലീപ് ഇയർ അത് മനസ്സിലാക്കി. എന്നിട്ട് ചോദിക്കുന്നത് മാർച്ച് മാസമാണ്. അത് ലീപ് ഇയർ ആയിക്കോട്ടെ ഓർഡിനറി ആയിക്കോട്ടെ മാർച്ച് മാസം എത്ര ദിവസം തന്നെയാണ്? 31 ദിവസം തന്നെയാണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടുപിടിച്ചിട്ട് ചോദ്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാം. അപ്പൊ മാർച്ച് മാസം എത്ര ദിവസമാണ്? 31 ദിവസമാണ് അല്ലെ. അപ്പൊ അധിക ദിവസം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? ദിവസങ്ങളുടെ എണ്ണത്തിനെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 4 28. ശിഷ്ടം എത്രയാണ്? ശിഷ്ടം വരുന്നതാണ് ഒറ്റ ദിവസങ്ങൾ അല്ലെ. ശിഷ്ടം വരുന്നതാണ് അധിക ദിവസം. അപ്പോൾ 3 അധിക ദിവസമാണുള്ളത്. അപ്പൊ 1836 മാർച്ച് മാസത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? 3 ഒറ്റ ദിവസങ്ങൾ. അപ്പൊ ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കി അഡീഷണൽ ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, നോക്ക്. 1215 ഫെബ്രുവരി മാസത്തിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? അതെന്ത് ചെയ്യണം? വർഷം നോക്കണം. വർഷം നോക്കി. വർഷം അതിവർഷമാണോ സാധാരണ വർഷം നോക്കണം. അതെന്ത് ചെയ്തു? വർഷത്തിന്റെ അവസാനത്തെ രണ്ട് സംഖ്യ 15. 15 4ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഇതെന്ത് വർഷമാണ്? ഓർഡിനറി ഇയർ ആണ്. ഓർഡിനറി ഇയറും ലീപ് ഇയറും വേർതിരിക്കുന്ന ഫെബ്രുവരി മാസത്തിലാണ് അല്ലെ. വ്യത്യാസം വരുന്നത് എവിടെയാണ്? ഫെബ്രുവരി മാസത്തിലാണ്. അപ്പൊ ഓർഡിനറി ഇയറിൽ ഫെബ്രുവരി മാസം എത്ര ദിവസമുണ്ട്? 28 ദിവസമുണ്ട്. ഒറ്റ ദിവസങ്ങൾ കണ്ടത് എങ്ങനെയാ? 28 എത്ര ദിവസമുണ്ടോ അതിനെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 28. 7 4 28. ശിഷ്ടം എത്രയാണ്? 0. അപ്പോൾ എത്ര അധിക ദിവസമുണ്ട്? അധിക ദിവസമില്ല, 0 അപ്പൊ ആൻസർ എന്താണ്? ഞാൻ പറഞ്ഞു അധിക ദിവസം എവിടെ തൊട്ട് എവിടം വരെയാ? 0 മുതൽ 6 വരെയാണ്. അപ്പൊ വർഷം നോക്കുക, അതിവർഷമാണ് നോക്കുക, ദിവസങ്ങൾ എണ്ണം എടുക്കുക, ദിവസങ്ങൾ എണ്ണത്തെ 7 കൊണ്ട് ഹരിക്കുക, കിട്ടുന്ന ശിഷ്ടമാണ് ഒറ്റ ദിവസങ്ങൾ. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത കണക്കിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഈ ടൈപ്പിലെ മൂന്നാമത്തെ അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 84 വർഷങ്ങൾ മുമ്പ് നമ്മൾ 50 വർഷങ്ങൾ ചെയ്തല്ലോ, അതേപോലെ 84 വർഷങ്ങളിൽ ഇവിടെ നമ്മൾ കോഡൊന്നുമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 84 വർഷങ്ങളിൽ നമുക്ക് എത്ര ഓർഡിനറി ഇയർ ഉണ്ട്, എത്ര ലീപ് ഇയർ ഉണ്ടെന്ന് കണ്ടെത്തുക. ഓക്കെ, അതിനെന്ത് ചെയ്യണം? ഒരു 4 വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുന്നേ? ലീപ് ഇയർ ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് ചെയ്തു? 84 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. 4 21 84 ആണല്ലോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. 4 21 84 ആണ്. അപ്പൊ നമുക്ക് പറയാം 21 ലീപ് ഇയറും ബാക്കി വരുന്ന എത്രയാണ്? 63 എന്താണ്? ഓർഡിനറി ഇയറുമാണ് അല്ലെ. 21 ലീപ് ഇയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഹരണഫലം എത്രയാണ്? 21 ആണ്. അപ്പൊ നമുക്ക് പറയാം 21 അതിവർഷങ്ങളും ബാക്കി വരുന്നത് എത്രയാണ്? 63 അല്ലേ. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 84 കിട്ടണം. 63 സാധാരണ വർഷങ്ങളാണുള്ളത്. അപ്പോൾ സാധാരണ വർഷം, ഒരു സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ട്? ഒരു അധിക ദിവസം. ഇവിടെ എത്ര അധിക ദിവസം ഉണ്ട്? 2 അധിക ദിവസം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മൊത്തം ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 63 × 1 എത്ര? 63. ഇവിടെ എങ്ങനെയാ? 21 × 2 എത്രയാണ്? 21 × 2 എത്രയാണ്? 42. അപ്പൊ എത്ര ദിവസം? 42 63. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അധിക ദിവസം എപ്പോഴും നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കേ, എപ്പോഴും 7 താഴെ വരുന്ന സംഖ്യകളാണ് അധിക ദിവസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ അങ്ങ് പ്ലസ് ചെയ്യണം. എത്ര വരുന്നത്? 63 + 42 എത്രയാ വരുന്നത്? 105 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 105 ആണ് വരുന്നത്. അപ്പോൾ 105നെ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഒറ്റ ദിവസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എത്രയാണോ ടോട്ടൽ ഡേയ്സ് അതിനെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 15 ആണ്. എന്തെന്ന് പറയുന്നത്? 105 എന്ന് പറയുന്നത് അല്ലെ. 7 15 105. ശിഷ്ടം എത്രയാണ്? 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര അധിക ദിവസം ഉണ്ടെന്ന് പറയാം? 0 അധിക ദിവസം ഉണ്ടെന്ന് പറയാം. അധിക ദിവസം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 84 വർഷങ്ങളിൽ എത്ര അതിവർഷം ഉണ്ടെന്ന് കണ്ടെത്തി, എത്ര സാധാരണ വർഷം ഉണ്ടെന്ന് കണ്ടെത്തി. 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലമാണ് അതിവർഷത്തിന്റെ എണ്ണം. അപ്പോൾ 21 അതിവർഷങ്ങളും 63 സാധാരണ വർഷങ്ങളും. ഒരു സാധാരണ വർഷത്തിൽ ഒരു അധിക ദിവസമാണുള്ളത്. ഒരു ലീപ് ഇയറിൽ എത്ര ദിവസമാണുള്ളത്? 2 അധിക ദിവസമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? 63 × 1 63. അപ്പോൾ ഒരു ഓർഡിനറി ഇയറിൽ 63 ഓർഡിനറി ഇയറിൽ 63 അധിക ദിവസം. അതുപോലെ തന്നെ 21 അതിവർഷത്തില് 42 അധിക ദിവസം.
രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 105. നമ്മൾ എല്ലാവരും പഠിച്ചു എന്താണ് അധിക ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസങ്ങൾ എപ്പോഴും എന്തായിരിക്കും 0 മുതൽ 6 ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ അതിനെ എങ്ങനെയാ ചെറുതാക്കാൻ പറ്റുന്ന എങ്ങനെയാ? 7 കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക? 105നെ ഹരിക്കുക. അപ്പോൾ 7 15 105 ശിഷ്ടോത്തരം വന്നു 0. അപ്പോൾ ആ 0 ഒറ്റ ദിവസങ്ങളുടെ അല്ലെങ്കിൽ അതിദിവസത്തിന്റെ അല്ലെങ്കിൽ ഓഡ് ഡേയ്സിന്റെ എണ്ണം. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ 4-ാമത്തിലേക്ക് പോകാം. നോക്കിയേ, 99 വർഷങ്ങളിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്, എത്ര അധിക ദിവസങ്ങളുണ്ട്, എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയാം അല്ലെ. നമ്മൾ മുമ്പ് ചെയ്ത പോലെ 84 ചെയ്ത പോലെ തന്നെ ചെയ്യാം. നോക്കിയേ എങ്ങനെയാ? 99 വർഷങ്ങളല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? വർഷങ്ങളുടെ എണ്ണം ഇല്ലേ. വർഷങ്ങളുടെ എണ്ണത്തിന് എത്ര അതിവർഷങ്ങളുണ്ട്, എത്ര സാധാരണ വർഷങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര ഓർഡിനറി ഇയർ ഉണ്ട്, എത്ര ലീപ് ഇയർ ഉണ്ട് ഒന്ന് പറഞ്ഞേ. എങ്ങനെ ചെയ്ത ലീപ് ഇയർ? 99 എന്ത് ചെയ്യണം? 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം 4 24 96 ആണെന്നറിയാം. ശിഷ്ടം എത്രയാണ്? 3. ശിഷ്ടത്തിന് പ്രസക്തിയില്ല. അപ്പൊ എത്ര അതിവർഷങ്ങളുണ്ട്? 24 അതിവർഷങ്ങൾ അല്ലെ. 24 അതിവർഷങ്ങൾ. എത്ര ഓർഡിനറി ഇയർ കാണും? 99 24 മൈനസ് ചെയ്യ. അപ്പൊ എത്ര? 75 ഓർഡിനറി ഇയർ കാണും. നമുക്കറിയാം ഒരു ഓർഡിനറി ഇയർ എത്ര അധിക ദിവസം ഉണ്ട്? പറഞ്ഞേ 1. എത്ര ലീപ് ഇയർ എത്ര അധിക ദിവസം ഉണ്ട്? 2. ഒരു വർഷത്തിലാണ് ഒരു അധിക ദിവസം, ഒരു ലീപ് ഇയറിൽ 2 അധിക ദിവസം. അങ്ങനെയാണെങ്കിൽ 75 വർഷങ്ങൾ എത്ര അധിക ദിവസം? 75 അധിക ദിവസം പ്ലസ് ഇവിടെ എത്രയാണ്? 24 × 2 എത്രയാ? 48 അധിക ദിവസം. ഓക്കെ, രണ്ടുകൂടെ പ്ലസ് ചെയ്തേ. 75 പ്ലസ് 48 എത്രയാണ്? 123 ആണ് വരുന്നത് അല്ലെ. 123. അപ്പൊ 123 7-നേക്കാളും വലിയ സംഖ്യയല്ലേ. അപ്പോൾ നമ്മൾ അധിക ദിവസം എപ്പോഴും 7-ന് താഴെയാണ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 123നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 7 17 ആണ് എന്തെന്ന് പറയുന്നത്? 119. ശിഷ്ടം എത്രയാ വരുന്നേ? 4 വരും. 123 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരും? 4 അധിക ദിവസമാണ്. 99 വർഷം എത്ര അധിക ദിവസമാണ്? 4 അധിക ദിവസമാണ് ആൻസർ. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അന്നേരം അടുത്ത അഡീഷണൽ ക്വസ്റ്റിലേക്ക് പോകാം. ശ്രദ്ധിച്ച ഒറ്റ ദിവസങ്ങളുടെ വർഷങ്ങൾ എണ്ണം. ഓക്കെ, 3500 വർഷങ്ങളിൽ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? അപ്പോൾ 3500 വരുമ്പോൾ നൂറ്റാണ്ടുകളാണല്ലോ. നൂറ്റാണ്ടുകൾ വരുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലെ. 3500നെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. 3500നെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, 3500നെ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? 400ന്റെ 3500ന് തൊട്ട് മുമ്പിലുള്ള 400ന്റെ ഗുണിതം. 2 0 വിട്ട് കളഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അറിയാം 4 × 8 32 അല്ലേ. അപ്പൊ 3200. ഓക്കെ, അപ്പൊ 3200 4 കൊണ്ട് ഗുണം. ബാക്കി എത്ര വർഷങ്ങളുണ്ട്? 300 വർഷം. അപ്പൊ ഇവിടെ 300 നമുക്ക് എഴുതാം അല്ലെ. 400ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന എല്ലാ വർഷങ്ങളിലും എന്താണ് അധിക ദിവസം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. 400 800 1200 1600 ഇതിനെല്ലാം അതിവർഷം എന്തായിരിക്കും? 3200. ഇതിന്റെ എല്ലാ അതിവർഷം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 എന്ന് പഠിച്ചു. നമ്മൾ മുമ്പ് പഠിച്ചു 100 വർഷങ്ങൾ എത്ര അധിക ദിവസം? 5 അധിക ദിവസം. 200 വർഷം എത്ര അധിക ദിവസം? 3 അധിക ദിവസം. 300 വർഷം എത്ര അധിക ദിവസം? 1 അധിക ദിവസം. അപ്പോൾ 1 എന്ന് എഴുതി. അപ്പൊ 0 + 1 എത്രയാണ്? 1 അല്ലേ. അപ്പോൾ എത്ര അധിക ദിവസം ഉണ്ട്? 3500 വർഷങ്ങൾ എത്ര ഒറ്റ ദിവസങ്ങളുണ്ട്? പറയേ. 1 അധിക ദിവസം. അപ്പൊ ഓപ്ഷൻ നമ്പർ ബി ആണ് ഉത്തരം. സെറ്റ് ആയോ നിങ്ങള്?